എൻ്റെ പേര് നിക്സൺ, ഇതെൻ്റെ വൈഫ് സോനം. ഞങ്ങൾ രണ്ടുപേരും 50+ ആണ്. ഞങ്ങളൊരു 25 വർഷം മുമ്പ് ഡൽഹി വെച്ച് പരിചയപ്പെട്ടാണ്. അവിടെ വെച്ചായിരുന്നു ഞങ്ങൾ വിവാഹമൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്കൗട്ടിലോട്ട് വരാനായിട്ട് കുറേ കാരണങ്ങളുണ്ട്. ഞാനൊരു 10-15 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ സോനം വർക്കൗട്ടിലോട്ട് വന്നിട്ടൊരു 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. രണ്ടുപേരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒത്തിരി ഗുണങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേർക്കും ഒരുമിച്ച് വണ്ടിയിൽ വരുന്നു, ജിമ്മിൽ വരുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു, ഒരുമിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ മാക്സിമം ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ജിമ്മ്. സോനത്തിന് കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. IT ഫീൽഡിലൊരു 10-15 വർഷം വർക്ക് ചെയ്ത ആളാണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിലുള്ള ഇരിപ്പും പിന്നെ അത് എയർ കണ്ടീഷനിങ്ങും ഉള്ളതുകൊണ്ട് ഇത് ഹെറിഡിറ്ററി ആയിരിക്കാം. അപ്പോൾ ഒരു ആങ്കിലൂസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ സീരിയസ് ഇഷ്യൂ ആയിരുന്നു. അപ്പം എല്ലാ ജോയിൻസും തമ്മിൽ കൂടിച്ചേരുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം എല്ലാ ജോയിൻസിനും പെയിൻ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ബാക്കിന് ഒത്തിരി, ബാക്ക് മൊത്തം നെക്ക് മുതൽ ലോവർ ബാക്ക് വരെ നല്ല പെയിനായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നെക്ക് മൂവ്മെൻറ്റ്, ഹാൻഡ് മൂവ്മെൻറ്റ്, ലെഗ് മൂവ്മെൻറ്റ് എല്ലാം ഒത്തിരി വളരെ സീവിയർ പെയിനായിരുന്നു. രാത്രി ഉറക്കമൊക്കെ ഭയങ്കര സീവിയർ പെയിനായിരുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞത് ഇത് ഈ അവസ്ഥയ്ക്ക് ലൈഫ് ടൈം മെഡിക്കേഷൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പം മെഡിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ ജോലി വിട്ടിട്ട് ഹൗസ് ഹോൾഡ് കാര്യങ്ങളും പിന്നെ ജിമ്മിലുമൊക്കെ വരാൻ തുടങ്ങി. വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ തോതിലൊക്കെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗ്രാജുവലി ഒരു 2-3 വർഷം കൊണ്ട് മെഡിക്കേഷൻ നിർത്താവുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. പിന്നെ ഇപ്പം മെഡിസിൻസൊന്നും എടുക്കണ്ട, ഡോക്ടർ പറഞ്ഞാണ് ലൈഫ് ടൈം എടുക്കണം, ഒരിക്കലും നിർത്തരുത് എന്ന് പറഞ്ഞാണ്. പക്ഷേ മെഡിക്കേഷനൊക്കെ നിർത്തിയിട്ട് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രോഗത്തിന് വേണ്ട ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ റെഗുലർ വർക്കൗട്ടാണ്. വേറെ പ്രത്യേകിച്ച് ചികിത്സ ഒന്നുമില്ല, മരുന്നിൻ്റെ പോലും ആവശ്യമില്ലെന്ന് പറയാം. കാരണം ഇപ്പം യാതൊരുവിധ പെയിനുകളും ഒന്നുമില്ല. എന്നാൽ നമ്മൾ വർക്കൗട്ടൊക്കെ നിർത്തി ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച ഒക്കെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും ആ ബോഡി പെയിനൊക്കെ തിരിച്ചു വരുന്ന പോലെ ഉണ്ടാകാറുണ്ട്. അപ്പം റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വേറെ യാതൊരു പെയിനുമില്ല. അതുപോലെ തന്നെ എനിക്കും കുറച്ച് ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഒരു 15-20 വർഷം മുമ്പ് ഒരു ഡിസ്ക് സ്ലിപ്പ് ആയതോ മറ്റാണ്. അത് പക്ഷേ വീണ്ടും അത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു 10-15 വർഷം കൊണ്ട് അത് ഡിസ്ക് ഡീജനറേഷൻ വന്നു. അത് ഡിസ്ക് എടുത്ത് കളയേണ്ടതായിട്ട് വന്നു. അപ്പം ഡിസ്ക് എടുത്ത് കളഞ്ഞിട്ട് അത് അവരുടെ വെട്ടിപ്പുര രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുള്ള ഒരു സർജറിയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഡോക്ടർ പറഞ്ഞൊരു മാക്സിമം ഒരു 6 മാസം കഴിഞ്ഞാൽ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സർജറിക്ക് മുമ്പ് എനിക്ക് ബാക്ക് പെയിൻ ഇങ്ങനെ കൂടി വന്ന് ഒത്തിരി സീവിയർ കണ്ടീഷനിലോട്ട് വന്നായിരുന്നു. അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഹെവി ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പാടായിരുന്നു. പിന്നെ ബാക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊക്കെ പാടായിരുന്നു. സർജറിക്ക് ശേഷം ഒരു 6 മാസത്തിന് ശേഷം വർക്കൗട്ട് പയ്യെ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എല്ലാ വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈയിടെ മറ്റൊരു പ്രശ്നമുണ്ടായി. ഒരു വർഷം മുമ്പ് ഷോൾഡറിന് എങ്ങനെയോ ഒരു പെയിൻ ഉണ്ടായി. വർക്കൗട്ട് വഴിയൊന്നുമല്ല, എങ്ങനെയോ ഒരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പം ഷോൾഡർ നല്ല പെയിനായിരുന്നു. അതറിയാതെ ജിമ്മിൽ വന്ന് വർക്കൗട്ടൊക്കെ ചെയ്തു. പിന്നെ അത് പയ്യെ ഒരാഴ്ചയായപ്പോൾ അത് പെയിൻ നല്ലപോലെ കൂടി. അപ്പോൾ അതിനും ഡോക്ടറെ പോയി കണ്ടു.
ആ പെയിൻ ഇങ്ങനെ ഒത്തിരി കൂടിക്കൂടി വരുമായിരുന്നു. ഷോൾഡറൊന്നും കൈയൊന്നും പൊക്കാൻ മേലാത്ത പോലൊക്കെ പ്രശ്നമായിരുന്നു. പല പല ഡോക്ടർമാരെ പല പല ആശുപത്രികളിൽ പോയി കണ്ടു, പല പല മെഡിസിൻസ് എടുത്തു, എക്സ്റേ എടുത്തു, MRI എടുത്തു, എന്നിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ടൊന്നും മാറുന്നില്ല, പെയിൻ ഇങ്ങനെ കൂടി വരുമായിരുന്നു. അപ്പോൾ ഒരു വർഷത്തോളം ഏകദേശം റെസ്റ്റൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ഒരു വർഷം റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പെയിൻ മാറാൻ വേണ്ടിയിട്ട് റെസ്റ്റും ചികിത്സകളും അതും ഇതുമൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു വർഷമായിട്ട് മാറുന്നില്ല. അപ്പം നമ്മുടെ ഹെൽത്തും മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയ പോലെ തോന്നി. പിന്നെ ബോഡി ഷേപ്പും എല്ലാം ഔട്ട് ഓഫ് ഷേപ്പ് ആകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ജിമ്മിലോട്ട് തന്നെ വീണ്ടും തിരിച്ചു വന്നു. പയ്യെ വർക്കൗട്ട് ചെറിയ വെയിറ്റിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 2-3 മാസം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പ്രോപ്പർ വർക്കൗട്ടിലോട്ടായി. ആ പെയിനൊക്കെ ഒരു 90% ഇല്ലെന്ന് പറയാം. ഇപ്പോൾ എനിക്ക് എല്ലാ വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്ക് പെയിൻ്റെയും ഷോൾഡർ പെയിൻ്റെയും ഇപ്പോൾ സോനത്തിൻ്റെ ആണ് തന്നെ ആംഗ്ലൂസിങ് സ്പോണ്ടിലൈറ്റിസും എല്ലാം വർക്കൗട്ടിൽ കൂടിയാണ് ഇതെല്ലാം മാറ്റിയെടുത്തത്. അപ്പം നമ്മൾ ഇതിനൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ടോ വേദന വരുമ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ട് ഒക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ അനുഭവത്തിൽ വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്തോടും ഈ പെയിനൊക്കെ കൂടി വരികയാണ്. അപ്പോൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മാറുകയാണ് ചെയ്യുന്നത്. Nixon has given most of the background about my health condition. I was working in an IT company and I completed around 15 plus years of service there. So it was a desk job, so I was in front of the laptop at long stretches. So it kind of affected my health, and I got ankylosing spondylitis, which affected my spine and my joints. So as a result of which I had to go consult a doctor, and I was on very heavy medication for 2 to 3 years, and I was told that I will have to continue taking medicines throughout my life. After a couple of years, I was advised that I should be physically active. So I started coming to the gym, and exercise is really important for this kind of condition, and I can say that it has really helped me. And I had now I stopped the medication, and I'm not taking any medicines. I don't have any kind of pain. It's all due to my regular exercising, coming to the gym. So I would advise anyone, age is not a factor anymore. You can come to gym even after 50, 60. A lot of people who are nearly 70 who's coming to the gym. So please try to make exercise a part of your life. It's very important.